എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്നലെ ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മുടെ മലയാളം ന്യൂസ് ചാനലിൽ യൂട്യൂബിൽ കാണുമായിരുന്നു. അതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ കമൻറ്റ്സ് ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കുമല്ലോ. അപ്പോഴാണ് ഞാനൊരു കമൻറ്റ് കണ്ടത്. ആ കമൻറ്റാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. അതായത് ഈ എപ്സ്റ്റീൻ ഫയൽസ് ഒരുപാട് ചർച്ച ചെയ്ത് അല്ലേ, അമേരിക്കയിൽ നടന്ന സംഭവമാണ്. പക്ഷേ കൊച്ചു കേരളത്തിലെ നമ്മൾ വരെ അത് തീ പിടിച്ച പോലെയായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പോസ്റ്റുകളും ആർട്ടിക്കിളുകളും ന്യൂസുകളും ഒക്കെ നമുക്കതുമായി ബന്ധപ്പെട്ട് കാണാമായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആ ഒരു എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റിയിട്ടുള്ള ന്യൂസ് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തു നിന്നും മുങ്ങിപ്പോവുകയാണ്. അത്രയും ചൂടോടെ ചർച്ച ചെയ്യുന്നൊരു കാര്യം ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ ആരും സംസാരിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുവാണ്. അപ്പോൾ ഞാൻ കണ്ട കമൻറ്റ് എന്തെന്നാൽ, ട്രംപ് ഈ യുദ്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എപ്സ്റ്റീൻ ഫയൽസിൽ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ കൂടെ വരാനുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പെട്ടെന്നുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഇറാനെ ആക്രമിക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത്, ശരിയാണ്, ലോകം ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. റെഡിറ്റിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അമേരിക്കയിൽ നടന്നൊരു സർവേയിൽ അതിൽ പങ്കെടുത്ത 52% പേരും വിശ്വസിക്കുന്നത് ട്രംപ് കരുതിക്കൂട്ടി ലോകത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയൊരു പദ്ധതിയാണ് ഈ ഒരു ഇറാൻ യുദ്ധം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞാൽ ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഷോക്കിംഗ് ആയിരുന്നല്ലേ. 6 മില്യൺ പേജസ് ആണ് ടോട്ടൽ ആ ഫയൽസിലുള്ളത്. ലക്ഷക്കണക്കിന് വീഡിയോസ്, ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് പ്രമുഖരായിട്ടുള്ള ട്രംപിനെ പറ്റി പറയുന്നുണ്ട്, ബിൽ ഗേറ്റ്സ്, മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടർ ബിൽ ഗേറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബിൽ ക്ലിൻ്റനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ വലിയൊരു ലിസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതൊരു കോൺസ്പിറസി തിയറി മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എത്രത്തോളം സത്യമുണ്ട്, അല്ലെങ്കിൽ ഇത് വെറുതെ ആണോ തുടങ്ങി അതിൻ്റെ ഒരു വശം, കോൺസ്പിറസി ആയതുകൊണ്ട് തന്നെ നമ്മളത് സത്യമാണ് കള്ളമാണ് സ്ഥാപിക്കുന്നൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്നൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ഫീഡിലേക്ക് എത്തണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള എൻ്റെ ചാനലിൽ നിന്ന് മാത്രമല്ല മറ്റ് സമാനമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലെത്തണമെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം. എന്നാലേ യൂട്യൂബിൽ മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാനാണെന്നുള്ളത്. ഞാൻ പറയുന്ന യഥാർത്ഥ സംഭവങ്ങളിൽ പലതും പണവും പദവിയും അധികാരവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലോകത്ത് നടക്കുന്ന മിക്ക കാര്യങ്ങളിലും പണത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പണം ഉള്ളവനും ഇല്ലാത്തവനും ഒരേ സാഹചര്യങ്ങളിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സാമ്പത്തികമായിട്ട് കൂടുതൽ സുരക്ഷിതരാകാനും ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല രീതിയിൽ നിക്ഷേപങ്ങൾ ആരംഭിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പലരും ഇത്തരം നിക്ഷേപങ്ങളെക്കുറിച്ച് നമ്മളോട് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കും മെഡ്ലൈഫും ചേർന്നുള്ള PNB മെഡ്ലൈഫ് എൻഹാൻസ്ഡ് വാല്യൂ ഫണ്ട് എന്ന NFO ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ NFO ഫോളോ ചെയ്യുന്ന ഇൻഡെക്സ് കഴിഞ്ഞ 7 വർഷമായിട്ട് ശരാശരി വർഷത്തിൽ ഏകദേശം 25% റിട്ടേൺ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന ജൂലൈ 13 വരെ മാത്രമാണ് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. അതായത് ഇനി വെറും 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും മലയാളത്തിൽ സംശയങ്ങൾ ചോദിക്കാനും ആവശ്യമായിട്ടുള്ള ലിങ്കും മറ്റ് വിവരങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മാർക്കറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള നിക്ഷേപമാണെങ്കിലും നിക്ഷേപിക്കുന്ന തുക 100% സുരക്ഷിതമാക്കി ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് രീതിയിൽ നിക്ഷേപിക്കാനുള്ള ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. ഇവിടെ നമ്മുടെ പണം അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കാണ് പോകുന്നത്. അതായത് നല്ല കമ്പനികളുടെ ഓഹരികൾ കുറഞ്ഞ വിലയിൽ വാങ്ങുകയും പിന്നീട് മാർക്കറ്റ് ഉയരുമ്പോൾ അതിലൂടെ ലാഭം നേടുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല പ്രവാസികൾ മാസം ഏകദേശം 18,000 രൂപ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. കൂടാതെ മാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവർ ലഭിക്കും. വർഷത്തിൽ 2.5 ലക്ഷം രൂപയൊക്കെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് 1 രൂപ പോലും ടാക്സ് നൽകേണ്ടതുമില്ല എന്നുള്ളതും ഈ നിക്ഷേപത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാ ലിങ്കും വിശദാംശങ്ങളും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ ഈ ചാനലിൽ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റിയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഫെബ്രുവരി മാസത്തിലാണ്. കാരണം അപ്പോഴാണ് ആ ഒരു വിഷയം കത്തി നിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി അമേരിക്ക ഇറാനെ ആക്രമിച്ച വലിയ യുദ്ധം തുടങ്ങിയത് എപ്പോഴാണെന്ന് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി അവസാനം 28-ാം തീയതിയാണ് ആ സംഭവം നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇറാനും അമേരിക്കയും തമ്മിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു യുറേനിയം എൻറിച്ച്മെൻറ്റ്, ആണവായുധം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വർഷങ്ങളായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാന പ്രശ്നം ആരൊക്കെ തമ്മിലായിരുന്നു? ഇസ്രായേലും ഇറാനും തമ്മിലായിരുന്നല്ലേ. അപ്പോൾ ഇസ്രായേലിന് പേടിയുണ്ട്, ശരിയാണ്. ഇറാൻ ആണവശക്തിയായി മാറുകയും പിന്നീട് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും അവർ ആണവായുധം ഇസ്രായേലിൻ്റെ മേൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക. മാത്രമല്ല ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് മരണം, അതാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെയുള്ളത്. അങ്ങനെ ഇരിക്കെ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു രാജ്യത്തിന് മറ്റൊരു യുദ്ധത്തിൽ പല രീതിയിൽ താല്പര്യം കാണിക്കാറുണ്ട്. ഫണ്ടിങ് പ്രധാനമായിട്ടും വരാറുണ്ട്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം എടുത്ത് നോക്കുക. അതിൽ അമേരിക്ക ഉക്രൈനെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സഹായിച്ചത്? റഷ്യ പോയിട്ട് ഡയറക്റ്റ് ആക്രമിച്ചിട്ടല്ലായിരുന്നു, മറിച്ച് ഫണ്ടിങ് ചെയ്തിട്ടായിരുന്നു. ഫണ്ടിങ് ചെയ്യാറുണ്ട്, മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് കൊടുക്കാറുണ്ട്, വെടിക്കോപ്പുകളും ബോംബുകളും ഒക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് പൊതുവെ ചെയ്യാറുള്ളതല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രശ്നമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്ക ഒരു ഓപ്പറേഷൻ അങ്ങോട്ട് ലോഞ്ച് ചെയ്യുകയാണ്.
എന്തിനായിരിക്കും? ഇതാണ് എല്ലാവർക്കും സംശയമുണ്ടാക്കിയത്. കാരണം എപ്സ്റ്റീൻ ഫയൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ പേജസ് ഒന്നും റിലീസായിട്ടില്ല. ടോട്ടൽ 6 മില്യൺ പേജസ് ആണുള്ളത്. അതായത് എത്രയാണെന്നറിയാമോ? 60 ലക്ഷം പേജുകൾ. നമ്മൾ ചിന്തിക്കാൻ പറ്റും, 60 ലക്ഷം പേജുകളുള്ള ഒരു ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റാണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്നുള്ളത്. പക്ഷേ ഇതുവരെ 35 ലക്ഷം പേജുകൾ മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ. ഈ പുറത്തുവിട്ട പേജുകളിലാകട്ടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വെട്ടി നമ്മൾ കാണിക്കാത്ത രീതിയിൽ മറച്ചു വയ്ക്കുമല്ലോ പല പ്രമുഖരുടെയും പേരുകൾ, അവർ ചെയ്ത കാര്യങ്ങൾ. പല പേജുകളും അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. കൃത്യമായിട്ട് പേജ് നമ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ പല പേജുകളും അതിൻ്റെ അകത്ത് മിസ്സിങ് ആയതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് കരുതി കൂട്ടി ആരെയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു അജണ്ട അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് റിലീസ് ചെയ്തതെന്ന് അറിയണം. കാരണം പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് വിവാദത്തിൽപ്പെടുക അമേരിക്കയുടെ റൂളിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപാണ്. US കോൺഗ്രസിന്റെ ഭൂരിപക്ഷ തീരുമാനത്തെ തുടർന്നാണ് ഈ ഒരു സംഭവം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലം ട്രംപും ഇവരൊക്കെ പരമാവധി FBI ഒക്കെ പരമാവധി പുറത്തുവിടാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടുത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാർലമെന്റിലെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ബില്ല് പാസ്സാകുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസ്സായി ഇത് പുറത്തുവിടണം. അങ്ങനെ സാക്ഷാൽ ട്രംപിനും ഒരു രക്ഷയില്ലാതെ വരികയാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ FBI മറ്റോ ഈ ഒരു എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടുകയാണ്. പക്ഷേ അപ്പോഴും 35 ലക്ഷം പേജുകൾ മാത്രമേ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 25 ലക്ഷം പേജുകൾ പുറത്തുവിട്ടിട്ടില്ല. എന്തുകൊണ്ട് പുറത്തുവിട്ടിട്ടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിലൊരു പക്ഷേ ഇതിലും ഭീകരമായിട്ടുള്ള, നമ്മളൊന്നും കേട്ടാൽ റിലീസ് ചെയ്ത സാധനത്തിൽ തന്നെ ഈവൻ ഭക്ഷണം കഴിക്കുന്നത്, എന്താണ് അവർ ഭക്ഷണം കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല അല്ലേ, കുട്ടികളെയും അതങ്ങനെ അത്രയും എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഒരു ട്രോമയാണ് സത്യം പറഞ്ഞാൽ ഈ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റിയിട്ട്. ഞാൻ കുറേ പേജുകളൊക്കെ ഇരുന്ന് വായിച്ചു. അത് എളുപ്പത്തിൽ ഡീകോഡ് ചെയ്ത് വായിക്കാനുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തല്ലേ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ വായിച്ചുകൊണ്ട് എനിക്കറിയാം ഈ കാനിബോളിസം, മനുഷ്യനെ തിന്നുന്ന, അങ്ങനെ അവരുടെ ജീവൻ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് കുട്ടികളുടെ രക്തം കുടിക്കുക, അങ്ങനെ പല സാധനങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇത് വലിയ വിവാദമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കി പേജസും കൂടെ 25 ലക്ഷം പേജും കൂടെ റിലീസ് ചെയ്യണമെന്നുള്ള ഒരാവശ്യം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വലിയൊരു തരംഗമായി മാറിയിട്ടുണ്ടായിരുന്നല്ലേ. അങ്ങനെ ഉയരുകയാണ്. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി മറച്ചു വെക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള പുറത്ത് വന്നു കഴിഞ്ഞാൽ പല പ്രമുഖരും പെടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണിത് മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടുള്ളത്. എന്തായാലും പിന്നീട് കുറച്ച് ഡീറ്റെയിൽസ്, എക്സ്ട്രാ ഡീറ്റെയിൽസും ഒക്കെ കൂടെ പുറത്ത് വിടുകയാണ്. അത് ഇത്രയും പേജസ് ഒന്നും അല്ല, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1000 പേജോ അങ്ങനെ എന്തൊക്കെ പുറത്ത് വിടുകയാണ്. അതിൻ്റെ അകത്ത് ഈ ട്രംപിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പെൺകുട്ടിയുടെ മൊഴിയാണ്, ആ പെൺകുട്ടിയുടെ ഒരു കൺഫെഷനാണ്. അതായത് എപ്സ്റ്റീൻ തന്നെ കൂട്ടി ട്രംപിന് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കാഴ്ചവെച്ചു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുമല്ലോ. തൻ്റെ ചെറുപ്പകാലത്ത് താൻ കുട്ടിയായിരുന്നപ്പോൾ ഈ എപ്സ്റ്റീൻ തന്നെ ട്രംപിന് ഇങ്ങനെ കാഴ്ചവെച്ചു, സമ്മാനിച്ചു തുടങ്ങിയ സംഭവങ്ങളൊക്കെ ആ ഒരു പുതിയതായിട്ട് വന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സിൽ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു വാർ, കറക്റ്റ് അതേ ആഴ്ചയിൽ തന്നെയാണ് ഈ ഒരു വാർ ഓണാകുന്നത്, ഇറാനുമേൽ അമേരിക്കയുടെ ആക്രമണം നടക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധ മൊത്തം തിരികെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സമയത്ത് നമ്മൾ തന്നെ എത്ര വീഡിയോ ഇട്ടു. ഓരോരോ വിഷയം നമ്മുടെ കേരളത്തിൽ നടപ്പുണ്ടെങ്കിൽ പോലും നമുക്ക് സംസാരിക്കാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അമ്മാതിരി വിഷയം യുദ്ധങ്ങളുമായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നു. നിങ്ങളാരും പറഞ്ഞിട്ടുണ്ടാകത്തില്ലല്ലേ മാർച്ച് മാസത്തിൽ. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന സംഭവം, അതിനെപ്പറ്റിയുള്ള ചർച്ച അപ്പാടെ നമ്മൾ ഇത്രയും സംസാരിച്ച നമ്മൾ പോലും അതിനെപ്പറ്റി മറക്കുകയാണ്. പുതിയതായിട്ട് വന്ന ഈ മൊഴിയുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ട്രംപ് തന്നെ പലതവണ അങ്ങനെ ക്രൂരമായിട്ട് ഓരോന്നും ചെയ്തു. ഒരു തവണ ട്രംപിനെ കടിച്ചിട്ട് താൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ദേഷ്യം സഹിക്കാതെ ട്രംപ് തന്നെ പറഞ്ഞു വിട്ടു. പിന്നീട് താൻ അവിടുന്ന് രക്ഷപ്പെട്ട ശേഷവും തനിക്ക് നിരന്തരമായിട്ട് ഭീഷണികൾ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ട്രംപിൻ്റെ അടിമകളുണ്ടല്ലോ, സപ്പോർട്ടേഴ്സ്, പിന്നെ നമ്മളോർക്കും ട്രംപിനെ അമേരിക്കക്കാർ മൊത്തം വെറുത്തിട്ടുണ്ടെന്ന്. മറ്റേ നോക്കിംഗ് റാലി എന്നൊക്കെ പറഞ്ഞിട്ട് 80 ലക്ഷത്തോളം പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുപോലെയല്ല, സപ്പോർട്ടേഴ്സും ഹെവി സപ്പോർട്ടേഴ്സ്, കോർ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞു ഇതൊക്കെ വെറുതെയാണ്, ഞങ്ങളുടെ അണ്ണനെ കരിവാരത്തേക്കാനുള്ള ശ്രമം മാത്രമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അത് മൊത്തം തള്ളിക്കളയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് ട്രംപാണ് ഇതിൽ പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ആരം നോക്കുകയാണെങ്കിൽ ബിൽഗേറ്റ്സ് നല്ലതുപോലെ പെട്ടൊരു സംഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എപ്സ്റ്റീൻ ഫയൽസ് എന്നുള്ളത്. അത് ബിൽഗേറ്റ്സ് തന്നെ തുറന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ബിൽഗേറ്റ്സ് തന്നെ പറഞ്ഞൊരു കാര്യം എന്തെന്നാൽ, അദ്ദേഹത്തിന് ഒരു രഹസ്യ കാമുകിയുണ്ടായിരുന്നു, ഒരു റഷ്യൻകാരിയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് 2 പേരും കാമുകിമാരായിട്ടുണ്ടായിരുന്നു. ഇവരുമായിട്ട് എല്ലാത്തരം ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം നമ്മൾ കേട്ടെന്നാണ് ബിൽഗേറ്റ്സിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ ചികിത്സയൊക്കെ തേടേണ്ടി വന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ബിൽഗേറ്റ്സ് പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഓപ്പൺലി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ പുള്ളി. എന്തായാലും പുള്ളി ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു പേരും പറഞ്ഞു, അതായത് എനിക്കൊരു രഹസ്യ കാമുകി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ എപ്സ്റ്റീനുമായിട്ട് എങ്ങനെയൊക്കെയോ പരിചയമായി. ഇപ്പോൾ എനിക്കറിയില്ലല്ലോ ഈ പുള്ളി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന്. നമ്മളെ പരിപാടിക്ക് ക്ഷണിച്ചു, നമ്മൾ പോകുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ് നമ്മളുടെ കേരള എപ്സ്റ്റീൻ മോൺസൺ മാവുങ്കലിനെ പറ്റിയിട്ട്. അവിടെ അയാളുടെ വീട്ടിലെത്തിയത് ആരാണ്? ഇവിടുത്തെ നിലവിലെ DIGയും IG
പിന്നെ വലിയ പ്രമുഖ സെലിബ്രിറ്റീസും ഒക്കെ ഇയാളുടെ വീട്ടിൽ പോവുകയാണ്. പക്ഷേ ഇയാൾ ഉടായിപ്പാന്ന് അറിയുന്നില്ല. അപ്പോഴെന്തായാലും ബിൽഗേറ്റ്സ് പറഞ്ഞ കാര്യം എന്തെന്നാൽ ഇയാളുടെ സ്വഭാവമൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ ഇയാളുടെ സർക്കിൾ വിട്ട് പുറത്തു വരാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇയാൾ എന്നെ കാര്യമായിട്ട് പിടികൂടുകയായിരുന്നു ഈ പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞിട്ട്. ഇത് പുറത്ത് വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയെന്ന് മാത്രമല്ല, ഇയാൾ ചെയ്ത കാര്യം എന്തെന്നാൽ എൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷനെ മൊത്തത്തിൽ സ്വാധീനിക്കുകയായിരുന്നു. ഞാൻ ആർക്കൊക്കെ ഫണ്ട് കൊടുക്കണം. ഇപ്പോൾ ബിൽഗേറ്റ്സ് ഒക്കെ ഒരുപാട് ഡൊണേഷൻസ് ചാരിറ്റിക്ക് വേണ്ടിയിട്ടും മറ്റ് NGOസിനൊക്കെ വേണ്ടിയിട്ട് ഡൊണേഷൻസ് ചെയ്യുന്ന വ്യക്തിയാണല്ലേ. ഈ എപ്സ്റ്റീൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പലർക്കും പല NGOകൾക്കുമൊക്കെ കോടാനുകോടിക്കണക്കിന് ഡോളറൊക്കെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ബിൽഗേറ്റ്സ് തന്നെ സമ്മതിക്കുകയാണ്. അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അന്നാണെങ്കിലും ഇന്നാണെങ്കിലും പലരും സാമ്പത്തിക തട്ടിപ്പോ അല്ലെങ്കിൽ മറ്റ് അഴിമതികളൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുഖം മൂടിയാണ് NGOs. എല്ലാ NGOസും എന്നല്ല കേട്ടോ പറയുന്നത്. ഇവർ അതിന് വേണ്ടിയിട്ട് ഒരു NGO ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ മറവിൽ വലിയ പൈസ വെളുപ്പിക്കലും കള്ളപ്പണം വെളുപ്പിക്കൽ, ഹവാല ഇടപാടുകളും കോടികളുടെ വിദേശ ഫണ്ടിങ്ങും ഒക്കെ സ്വീകരിക്കുന്ന രീതികളൊക്കെ നമ്മൾ കേരളത്തിലടക്കം ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണല്ലേ. അതോടൊപ്പം മറ്റൊരു സംഭവം നടക്കുന്നത് ഈ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പേരിലുള്ള NGO ആണ്. NGO നിങ്ങൾക്കും തുടങ്ങാം നാളെ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പേരിൽ. പക്ഷേ ഇവർ എന്തോ വലിയ പുള്ളികളാണെന്നൊക്കെ പറഞ്ഞ് ചമഞ്ഞിരുന്നിട്ട് അങ്ങനെ അത് എനിക്ക് കറക്റ്റ് അനുഭവം ഉണ്ട് കേട്ടോ. വ്യക്തമായിട്ടുള്ള അതിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പേരിൽ NGO തട്ടിപ്പ് നടക്കുന്നത് വളരെ വ്യാപകമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെയും ഈ എപ്സ്റ്റീൻ പല NGOകളെ ഉപയോഗിച്ച് ഒരുപാട് കോടികളുടെ ഈ പൈസ വെളുപ്പിക്കലും തട്ടിക്കലും വിദേശ ഫണ്ടിങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ബിൽഗേറ്റ്സിനെ കൊണ്ട് ഇയാൾ ഫണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ബിൽഗേറ്റ്സിനോട് പറഞ്ഞു, ബിൽഗേറ്റ്സെ കളിയൊന്നും നടക്കില്ല, തൻ്റെ പല ക്ലിപ്പുകളും സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ എപ്സ്റ്റീൻ വളരെ തന്ത്രപരമായിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഓരോ പെൺകുട്ടികളെ പരിചയപ്പെടുത്തി അവർക്ക് കമ്പനിയാക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ വീഡിയോസൊക്കെ നൈസായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതി, അതുപോലെ തന്നെ സമാനമായിട്ടൊക്കെ തന്നെയായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബിൽഗേറ്റ്സ് ഇപ്പോൾ ഓപ്പൺലി പറഞ്ഞ കാര്യം എന്തെന്നാൽ അയാളോട് കൂട്ടുകൂടിയത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ്, അത്രയും വൃത്തികെട്ടൊരു മനുഷ്യനായിരുന്നു എപ്സ്റ്റീൻ എന്നുള്ളതാണ്. ബിൽഗേറ്റ്സ് സമ്മതിക്കുകയാണ് കേട്ടോ. പുള്ളി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ നന്മവരം കളിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. പുള്ളിയെ പറ്റിയ അബദ്ധങ്ങളെല്ലാം പറഞ്ഞു, എനിക്ക് പറ്റിയ അബദ്ധമാണ് പുള്ളി എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരാളാണെന്നുള്ളത്. മൂന്നാമത്തെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തി എന്നുള്ളത് ബിൽ ക്ലിൻ്റൺ ആണ്. അമേരിക്കയുടെ 42ാമത്തെ പ്രസിഡൻ്റാണ്. ഇപ്പോഴും അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഹിലരി ക്ലിൻ്റൺ. ഹിലരി മത്സരിച്ച് അമേരിക്കൻ പ്രസിഡൻ്റ് ആകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഫയൽസിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് റിപ്പോർട്ടിൽ ബിൽ ക്ലിൻ്റൻ്റെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിൻ്റനും എപ്സ്റ്റീനും അമ്മാതിരി കമ്പനിയായിരുന്നു. ക്ലിൻ്റനും ഈ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുപാട് കൊള്ളരുതായ്മകൾ. എല്ലാത്തിലും പ്രധാനമായിട്ടുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പൊന്നും വലിയ സംഭവമായിട്ട് ആൾക്കാർ കാണുന്നില്ല, മറിച്ച് ഈ കുട്ടികളെ വരെ അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതുകൊണ്ടാണ് ഇത്രയും വലിയ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ. രക്തം കുടിക്കുന്നു, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ കേട്ടത്. അങ്ങനെ എന്തായാലും വന്നപ്പോൾ ഇവർ അതൊക്കെ തടിയൂരുകയാണ്. ഹിലരി ക്ലിൻ്റൺ പറഞ്ഞു, എപ്സ്റ്റീനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, എനിക്കറിയത്തൊന്നുമില്ല. പക്ഷേ ബിൽ ക്ലിൻ്റൺ ഉണ്ടല്ലോ, ബിൽ ക്ലിൻ്റൺ പറഞ്ഞത് അങ്ങേരുമായിട്ട് പരിചയം ഉണ്ടായിരുന്നതേ ഉള്ളൂ, അല്ലാതെ അങ്ങേരുടെ കൊള്ളരുതായ്മകളെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഹായ് ബൈ ബന്ധം അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് തടിയൂരുമായിരുന്നു. ഇത്രയും വിവാദങ്ങളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ചായ കുടിച്ച് പിരിഞ്ഞ ബന്ധമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് തടിയൂരുകയാണ്. ഇനി പ്രധാനമായിട്ടും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗിലെയ്ൻ മാക്സ്വെല്ലിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആരാണ് ഗിലെയ്ൻ മാക്സ്വെൽ എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എപ്സ്റ്റീനെ പറ്റി ചെയ്ത വീഡിയോ കണ്ടാൽ മതി. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗിലെയ്ൻ മാക്സ്വെല്ലിന് ഈ ഒരു ചെയിനിലുള്ള പങ്ക് എന്താണെന്നുള്ളത്. അതായത് എപ്സ്റ്റീൻ്റെ മുൻ കാമുകിയായിരുന്നു ഗിലെയ്ൻ ആയിരുന്നു. മറ്റ് കൊച്ചു പെൺകുട്ടികളെയൊക്കെ തന്ത്രപരമായിട്ട് ഈ ഒരു ട്രാപ്പിൽപ്പെടുത്തിയിട്ട് എപ്സ്റ്റീന് കൊണ്ട കാഴ്ചവെക്കുന്നു, എപ്സ്റ്റീൻ മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ആ ചെയിൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒന്നാലോചിച്ച് നോക്കുക, ഈ എപ്സ്റ്റീൻ മരണപ്പെട്ടത് എങ്ങനെയാണെന്നറിയാം, ഏറ്റവും ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലാണ്. ഏറ്റവും ഹൈ സെക്യൂരിറ്റി പ്രിസണിലായിരുന്നു അയാളെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇയാൾ മരിച്ചു കിടക്കുന്ന കാണുകയാണ്. അന്ന് ആ ദിവസം അവിടുത്തെ CCTV വർക്ക് ചെയ്തില്ല. അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഒരുപാട് ഗാർഡുകൾ അവിടെ ഇങ്ങനെ നടക്കുമല്ലോ, അവരൊക്കെ പോയി ഉറങ്ങാൻ കിടക്കുകയാണ്. വേറെ പ്രിസണേഴ്സൊന്നും പുറത്തൊന്നും ഉണ്ടായിരുന്നില്ല, ആരും കണ്ടില്ല, ഒരു തെളിവുമില്ല, ഒന്നുമില്ല. ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ. അങ്ങനെ എന്തായാലും ദുരൂഹ സാഹചര്യത്തിലാണ് എപ്സ്റ്റീൻ മരിച്ചത്. അത് കൊന്നാന്നൊക്കെയാണ് കൃത്യമായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാ സാഹചര്യവും കൂട്ടിക്കലർത്തി നോക്കുമ്പോഴേക്കും നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റും. കാരണം ലോകത്തിലെ എല്ലാ പ്രമുഖരും ഭയക്കുന്ന അവരുടെ ലോകം കാണാൻ പാടില്ലാത്ത വീഡിയോ ക്ലിപ്പുകളടക്കം ഈ മനുഷ്യൻ്റെ കയ്യിലുണ്ടെന്ന് അവർക്കറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വകവരുത്താൻ ശ്രമിക്കാം. ഞാൻ പറയുന്നത് അങ്ങനെയാണ് കോൺസ്പിറസി പോലെ ആണ് എപ്സ്റ്റീൻ്റെ മരണം പറഞ്ഞു സ്പ്രെഡ് ആകുന്നത്. എനിവേ എന്തായാലും എപ്സ്റ്റീൻ മരണപ്പെട്ടല്ലോ. പക്ഷേ ഈ സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയായിട്ടുള്ള ജീവിക്കുന്ന മറ്റൊരു വ്യക്തി എന്നുള്ളത് ഗിലെയ്ൻ മാക്സ്വെൽ മാത്രമാണ്. അവർ ജീവനോടെ ഉണ്ട്. ഒന്നാലോചിച്ച് നോക്കുക, എപ്സ്റ്റീൻ മരണപ്പെട്ടു, ഇതെല്ലാം അറിയാവുന്ന ആൾ. രണ്ടാമത്തത് ഇതിനെല്ലാം ഭാഗമായിട്ട് എല്ലാം കണ്ണുകൊണ്ടും കാതുകൊണ്ടും കേട്ടും കണ്ടു പറഞ്ഞ വ്യക്തി ഗിലെയ്ൻ മാക്സ്വെൽ ജീവനോടെ ഉണ്ട്. അവരുടെ ഒരു
സംഭവമാണ് ഇവിടെ പൊങ്ങി വരുന്നത്. അതായത് ഗിലെൻ മാക്സ്വെല്ലിനെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലോറിഡയിലെ ഒരു ഹൈ സെക്യൂരിറ്റി ജയിലിലായിരുന്നു. എന്നാൽ പിന്നീട് അവരെ ടെക്സസിലുള്ള ക്ലബ് ഫെഡ് എന്ന് വിളിക്കുന്ന ജയിലുകളുണ്ട്. എന്താണ് ക്ലബ് ഫെഡ് എന്ന് പറഞ്ഞാൽ ഈ വളരെ ഒട്ടും വയലൻ്റ് അല്ലാത്ത ഒരു ക്രൈമിൽ പെട്ടുപോയ വൈറ്റ് കോളർ ക്രൈംസ് എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന പോലെ തന്നെ വൈറ്റ് കോളർ ക്രൈം എന്ന് വിളിക്കും. അങ്ങനെ പ്രശ്നക്കാരില്ലാത്തവരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കറക്ഷൻ ഹോം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒന്നാണ്. അവർക്ക് അവിടെ TV കാണാം, അവർക്ക് ഗാർഡനിങ് ചെയ്യാം, നായ്ക്കളെ വളർത്താം, അവർക്ക് ഉല്ലസിച്ച് നടക്കാം. ആ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ പാടില്ലെന്നേ ഉള്ളൂ. നമ്മളൊരു റിസോർട്ടിൽ ചെന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഈ ക്ലബ് ഫെഡുകൾ എന്നുള്ളത്. അവിടെ ഡാൻസ് ട്രെയിനിങ്ങോ സൂംബ ട്രെയിനിങ്ങോ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. മൊത്തം ചില്ലായിട്ട് അവിടെ അടിച്ചു പൊളിച്ച് നടക്കാം. ആ കോമ്പൗണ്ട് വിട്ട് വെളിയിൽ പോകാൻ പാടില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ലോ സെക്യൂരിറ്റിയിലുള്ള അല്ലെങ്കിൽ അത്രയും ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു ക്ലബ് ഫെഡിലേക്ക് മാറ്റുകയാണ്. ഇതെങ്ങനെയാണ് മാറ്റിയെന്നറിയാമോ? അല്ലെങ്കിൽ അതിന് മുമ്പ് സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? കുറച്ച് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഈ ഗിലെൻ മാക്സ്വെല്ലിനെ കാണാൻ വരികയായിരുന്നു. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ടോഡ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ടോഡ് ബ്ലാങ്ക് എന്ന് പറയുന്നത് ട്രംപിൻ്റെ കടുത്ത ചങ്കാണ്. സത്യം പറഞ്ഞാൽ ട്രംപ് അടുത്ത ജുഡീഷ്യറിയുടെ ഹൈ പോസ്റ്റിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന അത്രയും ഒരു വലിയ കമ്പനിയുള്ള ആളാണ് ഈ ടോഡ് ബ്ലാങ്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഗിലെൻ മാക്സ്വെല്ലിൻ്റെ പ്രസ്താവന എന്നും പറഞ്ഞിട്ടൊരു സാധനവും പുറത്തു വരികയാണ്. എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും മാന്യനായിട്ടുള്ള വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ഗിലെൻ മാക്സ്വെൽ പറഞ്ഞായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഇത്രയും കാര്യങ്ങൾ ഡയറക്റ്റ് അതിൻ്റെ അകത്ത് ട്രംപിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ട്രംപുമായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നു, ഒരുപാട് തെളിവുകളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സേ ഉള്ളൂ കേട്ടോ. സംഭവം ഒരു തെളിവും ഇല്ല, ഇത് ഫയൽസ് മാത്രമല്ലേ ഉള്ളൂ. എന്തായാലും അങ്ങനെ ഇരിക്കെ എപ്സ്റ്റീൻ ഇങ്ങനെ പറയുമ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ഇതിനെല്ലാം സഹകരിച്ച് എല്ലാ പരിപാടിയും ഒപ്പിച്ച ഗിലെൻ മാക്സ്വെൽ പറയുന്നത് ട്രംപ് എന്ന് പറയുന്നത് വളരെ മാന്യനായിട്ടുള്ള മനുഷ്യനാണെന്ന്. എന്തായാലും അതിന് പുറമെയാണ് ഈ ഗിലെൻ മാക്സ്വെല്ലിനെ വളരെ ക്രൂരന്മാരായിട്ടുള്ള ഈ കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലിൽ നിന്നും ഈ ഒരു റിസോർട്ട് ടൈപ്പ് ഉള്ള ജയിലിലേക്ക് മാറ്റുന്നത്. ഇത് പണ്ട് നടന്ന സംഭവമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രംപിന് ഇതുമായി ബന്ധപ്പെട്ട ഇൻവോൾവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ആ പുതിയ ഫയൽസ് പുറത്ത് വന്നാൽ ട്രംപ് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാകാമെന്നൊരു സാധനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒന്നാലോചിച്ച് നോക്കുക, ഈ സംഭവത്തിന് ഏക ദൃക്സാക്ഷിയായിട്ട് അല്ലെങ്കിൽ എല്ലാം അറിയാവുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഗിലെൻ മാക്സ്വെൽ മാത്രമാണ്. അപ്പോൾ അവിടെ അവർ സുരക്ഷിതരായിരിക്കുമോ, അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് ഇനി എന്തെങ്കിലും പുറത്തു വരുമെന്നൊന്നും അറിയത്തില്ല. മാത്രമല്ല ചിന്തിച്ച് നോക്ക്, അവരിത്രയും സുഖകരമായിട്ടുള്ളൊരു റിസോർട്ടിലേക്ക് മാറ്റി, ഇനിയിപ്പോൾ അവർ പറയുകയും ചെയ്തു ട്രംപ് മാന്യനാണെന്ന്. അപ്പോൾ അവരുടെ വാമൂടി കെട്ടാനുള്ള ഒരു ശ്രമം കൂടിയിട്ടായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജയിൽ മാറ്റത്തിൻ്റെ സംഭവം 1 വർഷം മുമ്പ് നടന്നതാണെങ്കിലും ഇവിടെ ട്രംപ് എത്രത്തോളം ഇവരെ ഭയക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവരുടെ വാമൂടി കെട്ടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്നാലോചിച്ച് നോക്കുക, എപ്സ്റ്റീൻ ഫയൽസിൽ ബാക്കി എന്തൊക്കെയായിരിക്കും ഉണ്ടാകുക. അതിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് ഫോട്ടോസ്, ആയിരക്കണക്കിന് വീഡിയോസ്, അങ്ങനത്തെ തുടങ്ങി ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പലതും പുറത്തു വന്നിട്ടില്ല. ഇതെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്താണ് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അതോടൊപ്പം തന്നെ 25 ലക്ഷം പേജസ് പുറത്തു വരാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വിചാരിക്കുന്ന ലോകത്തിലെ തന്നെ ഒന്നാലോചിച്ച് നോക്കുക, ബിൽഗേറ്റ്സ് ഒക്കെ വരെ പെട്ടു. ബിൽഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കോടീശ്വരന്മാരിൽ ഒരാളാണല്ലേ. അമേരിക്കയുടെ റൂളിംഗ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അയാൾ പല കളികളും ശ്രമിച്ച് ഇത് പുറത്തു വരാതിരിക്കാം. പക്ഷേ അവിടുത്തെ കോൺഗ്രസ്സിൽ പാർലമെൻറ്റിൽ സാധനം പാസ്സായി പോയി. പിന്നെ അവിടുത്തെ പുറത്ത് വിടുക രക്ഷയുള്ളൂ. നമ്മളുടെ നാട്ടിലൊരു ബില്ല് പാസ് ചെയ്യുന്ന പോലെ തന്നെ ട്രംപിലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ട്രംപ് എന്തൊക്കെയോ ഇടപെട്ട് കളിച്ചാണ് ഈ അതിലെ സെൻറ്റൻസ് വരികളുണ്ടല്ലോ ഇങ്ങനെ കറുപ്പിച്ച് വെച്ചിട്ടുണ്ട് പുറത്ത് ആ ഒരു പേര് അല്ലെങ്കിൽ ഇത് വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയായിരിക്കാം എപ്സ്റ്റീൻ ഫയൽസിൽ ബാക്കിയുള്ളത്? അതോടൊപ്പം തന്നെ നമ്മളുടെ നരേന്ദ്രമോദിയുടെയും പിന്നെ അനിൽ അംബാനിയുടെയൊക്കെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ പോലും വലിയ ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരല്ല, ഈവൻ സൗദി പ്രിൻസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടുപോയി എന്നുള്ളതാണ് സത്യം. പിന്നെ തെളിവുകളുണ്ടെന്ന് പറയാൻ സാധിക്കുന്നത് ഈ ഒരു ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, അവരുടെ സാക്ഷിമൊഴികൾ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഞാൻ അന്നാ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു രാജാവ് അല്ലെങ്കിൽ ഏതോ ഒരു ടോപ്പിലുള്ള ഒരാൾ ഇങ്ങനെ ആരോപണം നടത്തി പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല എപ്സ്റ്റീൻ. പിന്നീട് ഇത് മെയിലുകളാണ്. നമ്മൾ വാട്സാപ്പിൽ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ കുറേ പൊലിപ്പിച്ച് അങ്ങനെയാണേ നമ്മൾ അവിടെ ഡെറാഡൂണിലായിരുന്നപ്പോഴെന്നൊക്കെ പറഞ്ഞ് അടിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കാഷ്വൽ ടോക്കിൻ്റെ സംഭവം മാത്രമാണ് ഇതിലുള്ളത്. അല്ലാതെ ഒഫീഷ്യലി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അല്ല ഇത്. ഒരു മെയിലിൽ ഒരു സുഹൃത്തിനോട് ചാറ്റ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നമ്മളുടെ നാട്ടിലെ
ഇന്ത്യയിൽ ആരെങ്കിലും സീരിയസ്ലി ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടാകുമോ? നിങ്ങളുടെ മനസ്സിലുള്ള മറ്റേതെങ്കിലും സെലിബ്രിറ്റി ഉണ്ടോ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന? കാരണം അത്രയും ഇൻഫ്ലുവൻഷ്യൽ പവർ വേണം. അതോടൊപ്പം അമേരിക്കയിലാണ് നടക്കുന്നത്, അവിടെയൊക്കെ പോയിട്ട് ഈ പരിപാടികളൊക്കെ നടത്തണം, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാം രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് എന്നുള്ള എപ്പോഴും നല്ല ചർച്ചാവേദിയാണ്. നല്ല നല്ല പുതിയ ഇതുപോലത്തെ ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടെ, നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കും മെഡ് ലൈഫും ചേർന്നുള്ള PNB മെഡ് ലൈഫ് എൻഹാൻസ്ഡ് വാല്യൂ ഫണ്ട് NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ 13 അതായത് ഇനി വെറും 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ചെറിയ തുക കൊണ്ടാണെങ്കിലും ഇന്നത്തെ കാലത്ത് നിക്ഷേപം തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ പോയി കൂടുതൽ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിക്ഷേപം നടത്താൻ സാധിക്കുന്നതാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.